ഹായ് മക്കൾസ്, അറക്കലാണ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ, വർഗീകരണം എന്ന് പറയുന്ന ഒരു കുഞ്ഞു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ അഥവാ 3 ഡൊമൈൻ വർഗീകരണം. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ 8ാം ക്ലാസ്സിൽ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ടാക്സോണമിക് ഹൈറാർക്കി, വർഗീകരണ തലങ്ങൾ പഠിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും ഹയർ ലെവൽ ഏതാണ്? കിങ്ഡം. എന്നാൽ ആ കിങ്ഡത്തിന് മുകളിൽ ഒരു ലെവലും കൂടി ഉണ്ട് എന്ന് കാൾ ബൗസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ത് ചെയ്തിരുന്നു? അഭിപ്രായപ്പെട്ടിരുന്നു. ആ ഡൊമൈനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത്തരത്തില് ഡൊമൈനുകൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രധാനമായിട്ടും 3 ഡൊമൈൻ ആയിട്ട് തരംതിരിക്കാം. എത്ര ഡൊമൈൻ? 3 ഡൊമൈൻ. ഓക്കെ, അപ്പൊ കാൾ ബൗസ് ആണ് ഈ ഡൊമൈൻ എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പൊ ഈ ഡൊമൈൻ നമുക്ക് എത്രയായി തരംതിരിക്കാം? 3 തരംതിരിക്കാം. 3 ഡൊമൈൻ. ഏതൊക്കെയാണ് ആ ഡൊമൈൻ എന്ന് ചോദിച്ചാൽ, ഒന്ന് ഡൊമൈൻ ബാക്ടീരിയ, അതിൽ ഉൾപ്പെടുന്ന കിങ്ഡം ബാക്ടീരിയ, സിമ്പിൾ ആണ്. പിന്നെ രണ്ടാമത്തെ ഡൊമൈൻ ആർക്കിയ, അതിൽ ഉൾപ്പെടുന്ന കിങ്ഡം ആർക്കിയ, സിമ്പിൾ ആണ്. പിന്നെ മൂന്നാമത്തെ ഡൊമൈൻ യൂക്കേരിയ, അതിലാണ് നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയും ഫഞ്ചയും പ്ലാന്റയും അനിമേലിയും ഒക്കെ ഉള്ളത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ എത്ര കിങ്ഡം ഉണ്ട്? 6 കിങ്ഡം. ഏതൊക്കെയാണ്? കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ, കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ. ഓക്കെ അല്ലേ? ഇതാണ് സെറ്റപ്പ്. സംശയ? ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇതിൽ കിങ്ഡം ബാക്ടീരിയയെ കുറിച്ചും കിങ്ഡം ആർക്കിയനെ കുറിച്ചും ചെറിയതായിട്ട് ഒരു 2-3-4 കാര്യങ്ങൾ പഠിക്കാം. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതാണ്. പിന്നെ കിങ്ഡം പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലൊക്കെ നമ്മൾ ഓൾറെഡി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അത് ജസ്റ്റ് കുറച്ച് 2-3-4 പോയിന്റ്സ് നമ്മളോട് പഠിച്ചു വെക്കാൻ മാത്രമേ നമ്മളോട് എന്ത് ചെയ്തിട്ടുള്ളൂ? ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കിങ്ഡം ബാക്ടീരിയനെ കുറിച്ചും ആർക്കിയനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഈ കിങ്ഡം ബാക്ടീരിയയും ആർക്കിയും രണ്ടാളും എന്താണ്? പ്രോകാരിയോട്ടുകളാണ്. രണ്ടാളും എന്താണ്? പ്രോകാരിയോട്ടുകൾ. എന്താ പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ? അതായത് ആകെ ഒരൊറ്റ കോശമേ ഉള്ളൂ. ആ കോശത്തിന് നടുവിൽ എന്തില്ല? ന്യൂക്ലിയസ് പോലും ഇല്ല. അത്രയും പാവപ്പെട്ടവർ. ആകെ ഒരു കോശമുള്ളൂ, അതിന്റെ നടുവിൽ എന്തില്ല? ന്യൂക്ലിയസ് പോലും ഇല്ല. അത്രയും പാവപ്പെട്ട സാധു ആൾക്കാരാണ് ആര്? പ്രോകാരിയോട്ടുകൾ. ഈ ബാക്ടീരിയയും പ്രോകാരിയോട്ടാണ്, ആർക്കിയും പ്രോകാരിയോട്ടാണ്. പിന്നെ എന്താ ഓല് തമ്മിലുള്ള വ്യത്യാസം? ഓല് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ദ ബാക്ടീരിയന്റെ സെൽവാൾ എന്ത് ചെയ്യുന്നു അറിയോ? കൺസിസ്റ്റ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. സെൽവാളിന് കട്ടി കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണെന്ത്? പെപ്റ്റിഡോഗ്ലൈക്കൻ. അത് ബാക്ടീരിയന്റെ സെൽവാളിനുണ്ട്. പക്ഷേ ആർക്കിയലിന്റെ സെൽവാളിന് എന്തില്ല? പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ല, അല്ലെങ്കിൽ കുറവാണ്. കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. ഓക്കെ, എന്നാൽ ബാക്ടീരിയന്റെ കേസിൽ അങ്ങനെയല്ല. ബാക്ടീരിയന്റെ കേസിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ എന്തുണ്ട്? അത്യാവശ്യമുണ്ട്. കോശഭിത്തിയിൽ പെപ്റ്റിഡോഗ്ലൈക്കൺ അടങ്ങിയിരിക്കുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി ഇവർ തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബാക്ടീരിയകൾ എല്ലാ സ്ഥലത്തുണ്ട്. ഇപ്പം നമുക്കറിയാലോ, സോയിലിൽ, മണ്ണിലുണ്ട്, വാട്ടറിലുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇൻസൈഡ് അതർ ഓർഗാനിസംസ്. ഓരോ ഓർഗാനിസത്തിന്റെ ബോഡിന്റെ ഉള്ളിൽ വരെ ബാക്ടീരിയകളുണ്ട്. ഇപ്പം നമ്മളെ ബോഡിൻ്റെ ഉള്ളിലൊക്കെ ഇഷ്ടംപോലെ ബാക്ടീരിയകളുണ്ട്. നമ്മളെ ബോഡിൻ്റെ ഉള്ളിൽ എന്താണ്, ലൈക്ക് നമ്മളെ ഇൻഡസ്ട്രിയിലൊക്കെ കുറേ ഉപകാരികളായുള്ള, ബെനഫിഷ്യൽ ആയിട്ടുള്ള കുറേ ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ബാക്ടീരിയകൾ എന്താണ്? സോയിലും വാട്ടറും അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും, ഫൗണ്ട് ഇൻ എവ്രിവെയർ എല്ലായിടത്തും ആര് കാണപ്പെടുന്നുണ്ട്? ബാക്ടീരിയകൾ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ആർക്കിയകൾ അങ്ങനെയല്ല. ആർക്കിയകൾ അങ്ങനെ ലോക്കൽ സ്ഥലങ്ങളൊന്നും കാണപ്പെടില്ല. അങ്ങനെ മണ്ണ്, വെള്ളം, അങ്ങനെ നമ്മളെ സറൗണ്ടിങ്സിലൊന്നുമല്ല. ആർക്കിയകൾ എക്സ്ട്രീം കണ്ടീഷനിലേ കാണപ്പെടുള്ളൂ. ഫൗണ്ട് ഇൻ ദ എക്സ്ട്രീം എൻവിറോൺമെന്റിലേ കാണപ്പെടുള്ളൂ. അതായത് അതിസാധാരണ മേഖലകളിൽ, അല്ലെങ്കിൽ അസാധാരണ മേഖലകളിൽ ഇവർ കാണപ്പെടുള്ളൂ. ഏതാണ് ഈ അസാധാരണ മേഖലകൾ എന്ന് ചോദിച്ചാൽ, ഹോട്ട് സ്പ്രിങ്സ്, അതായത് ചൂട് നീരുറവകൾ. നമ്മൾ ഈ അഗ്നിപർവ്വത സ്ഫോടനം, അഗ്നിപർവ്വതത്തിന്റെ ഒന്നൊക്കെ ലാർവകൾ, ലാവ ഇങ്ങനെ ഉരുകി ഒലിച്ചു വരുമല്ലോ, അത്തരത്തിലുള്ള ഹോട്ട് സ്പ്രിങ്സ്, ചൂട് നീരുറവകൾ. പിന്നെ അതുപോലെ തന്നെ സലൈൻ ഏരിയാസ്, ലവണങ്ങൾ കൂടുതലുള്ള പ്രദേശങ്ങൾ. ഇപ്പൊ കടലിലൊക്കെ അത്യാവശ്യം ലവണം കൂടുതലാണ്. പിന്നെ ചാവുകടല്, അങ്ങനെയുള്ള ഹോട്ട് സ്പ്രിങ്സിലും അതുപോലെ തന്നെ സലൈൻ ഏരിയാസിലൊക്കെയാണ് ആര് കാണപ്പെടാം? നമ്മുടെ ബഹുമാനപ്പെട്ട ആർക്കിയ കാണപ്പെടാം. ഓക്കെ, അപ്പൊ ആർക്കിയകൾ അങ്ങനെ കണ്ട ലോക്കൽ സ്ഥലങ്ങളിലൊന്നും കാണപ്പെടില്ല. എക്സ്ട്രീം എൻവിറോൺമെന്റൽ കണ്ടീഷൻ. പക്ഷെ ബാക്ടീരിയകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലായിടത്തും കാണപ്പെടും. പിന്നെ ബാക്ടീരിയയിൽ എന്തുണ്ട്? പെപ്റ്റിഡോഗ്ലൈക്കൺ ഉണ്ട്. ആർക്കിയയിൽ എന്തില്ല? പെപ്റ്റിഡോഗ്ലൈക്കൺ ഇല്ല. പിന്നെ ഇതിന്റെ ഉദാഹരണം കൂടി പഠിച്ചു വെക്കണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് പരീക്ഷയ്ക്ക് അധികം ചോദിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതന്നെ ചോദിക്കും. ബാക്ടീരിയന്റെ ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ, റൈസോബിയം വിബ്രിയോ കോളറ. എന്നാൽ ആർക്കിയയുടെ ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ, തെർമോകോക്കസ് ഹാലോ ബാക്ടീരിയം. പരീക്ഷയ്ക്ക് ഇത് 4 മിക്സ് ആയി തന്നിട്ട് എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോകും. അപ്പോൾ ഇതൊരു ഐഡിയ വെച്ച് പഠിക്കാം, ഒരു കോഡ് വെച്ച് പഠിക്കാം. എടാ, ബാക്ടീരിയയിൽ ബി ഇല്ലേ? ഉണ്ട്. റൈസോബിയത്തിൽ ബി ഇല്ലേ? ഉണ്ട്. വിബ്രിയോ കോളറിലും ബി ഇല്ലേ? ഉണ്ട്. അപ്പൊ ബബ്ബ ആലോചിക്കാം. ബി ബബ്ബ. നമ്മളെ മോഹൻലാലിന്റെയും ദിലീപിന്റെ ഒക്കെ പുതിയ പടമാണ് ബബ്ബ. അപ്പൊ ബാക്ടീരിയ, റൈസോബിയം, വിബ്രിയോ കോളറ, 3ലും എന്തുണ്ട്? ബി ഉണ്ട്. അങ്ങനെ ഓർത്ത് വെക്കാം. ഇനി രണ്ടാമത്താണ് എന്ത്? ആർക്കിയന്റെ ഉദാഹരണം. അതെന്താണ്? തെർമോകോക്കസും ഹാലോ ബാക്ടീരിയമാണ്. അത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. ഹലോ, ആരോ തെർമോയാണോ? ഹലോ, ആരാ തെർമോയാണോ? ഹലോ, ആരാ തെർമോയാണോ? അപ്പൊ ഹാലോ ബാക്ടീരിയ.
ഓക്കെ. തെർമോകോക്കസ്, പിന്നെന്താണ് ആര, ഐ മീൻ ആർക്കിയ. അപ്പൊ ആർക്കിയന്റെ ഉദാഹരണമാണിത് ഹാലോ ബാക്ടീരിയ, തെർമോകോക്കസ്. ഹലോ ആരാ, തെർമോയാണോ, അപ്പൊ ഹാലോ ബാക്ടീരിയ. തെർമോയാണോ, തെർമോകോക്കസ്. ആരാ, ആർക്കിയ. അപ്പൊ ആർക്കിയന്റെ ഉദാഹരണം ഹാലോ ബാക്ടീരിയ, തെർമോകോക്കസ്. അത് അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അടിപൊളിയല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഉഷാറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. സീ യു സൂൺ.